ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകും അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് മാത്രമേ നമ്മളിലേക്ക് നമ്മളുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവാണ് നമ്മളിലേക്ക് സംഭവിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. നിങ്ങളിലേക്ക് അബണ്ടൻസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ശേഷം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുന്നതാണ്. കാർഡ് ഷഫിൾ ചെയ്യാണ്. Ten of Wands, Seven of Swords, Hermit, Five of Wands, നിങ്ങളുടെ എനർജി, പേഴ്സന്റെ എനർജി. Nine of Cups, Ten of Swords, Ace of Cups, King of Pentacle, Wheel of Fortune. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് കപ്സ്, മൂൺ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. സിക്സ് ഓഫ് വാൻഡ്സ്, കണ്ടോ, ടു ഓഫ് സോർട്സ്. ഇവിടെ ഡെവിൾ ആണ്, ഡെവിൾ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഡെവിളിന്റെ എനർജി ആയിട്ട് കാണിക്കുന്നത്, റിവേഴ്സ് ആണ്. കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാണ്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി, ഇത് നിങ്ങളുടെ എനർജി. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഞാൻ ആദ്യം പറയുന്നത്. നിങ്ങളുടെ മൂല്യമാണ് ഇവിടെ തിരിച്ചറിയപ്പെടുന്നത്. ചിപ്പിക്കുള്ളിലെ മുത്താണ് നിങ്ങൾ. ഇത്രയും നാള് നിങ്ങൾ എന്തായിരുന്നു, ഇനി നിങ്ങൾ എന്താണ് ആവാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ന്യൂ കണക്ഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് കാർഡ്സ് പറയുന്നു. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാല്യൂ തന്നെയാണ് ഇവിടെ തിരിച്ചറിയപ്പെടുന്നത്. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ കാർഡ് വായിക്കാൻ കാരണം. സെക്കൻഡ് കാർഡ് നോക്കാം. ടെൻ ഓഫ് വാൻഡ്സിന്റെ എനർജി, നിങ്ങളുടെ പരിശ്രമത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹെവി ബേർഡൻസ് നിങ്ങൾക്കുണ്ട്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഇവിടെ നിങ്ങൾ സക്സസിൽ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ പരിശ്രമിച്ചാലേ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിനെ, ഹാർഡ് വർക്കിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇവിടെ പ്രയോറിറ്റീസ് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ജീവിതമാണെന്ന് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന,
നിങ്ങളുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സ്വയം മൂല്യം തിരിച്ചറിയപ്പെടുന്നു എന്നാണ്. സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ നമ്മളുടെ മൂല്യം നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ, അല്ലേ? ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളിലേക്ക് 6 ഓഫ് വാൻസിന്റെ എനർജി പറയുന്നത് സക്സസ് എന്നാണ്. എന്താണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മളിലേക്ക് യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഇവിടെ സക്സസ് ഉണ്ടാവുക, അല്ലേ? ഇവിടെ ലീഡർഷിപ്പിനെ കാണിക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ കാണിക്കുന്നു. നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് വ്യക്തികൾ ഉണ്ടെന്ന് പറയുന്നു. ഒരു ഇൻഫ്ലുവൻസറെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇൻസ്പയറിംഗ് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രചോദനമായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ. നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം, പല സന്ദർഭങ്ങളിൽ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുള്ളത്. അവിടെയാണ് നിങ്ങളുടെ മൂല്യത്തെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് പറയുന്നത്. കംപ്ലീഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സക്സസിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവര് അതിശയിക്കും വിധം നിങ്ങൾ സക്സസിലേക്ക് എത്തും. പ്രപഞ്ചമാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സഹായിക്കാനായിട്ടുള്ളത് എന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളിലേക്ക് വരുന്ന മാറ്റം, ഒരു ബാഡ് കർമ്മ എൻ്റെ ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഗുഡ് കർമ്മയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്താണ് യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റുപോയിട്ടുള്ള നിങ്ങളെ യൂണിവേഴ്സ് ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഹെവി ബർഡൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങളിലേക്ക് വരുന്ന മാറ്റം, ചേഞ്ചിനെയാണ്. ആ ഒരു സൈക്കിൾ തിരിയാണ്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലേക്ക് തിരിയാണ്. നിങ്ങളുടെ സക്സസിലേക്ക് തിരിയാണ്. നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുക. ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നത്. മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഹെർമിറ്റിന്റെ എനർജിയാണ്. ബിസി ലൈഫിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്നും താൽക്കാലികമായിട്ടും ഒന്ന് മാറി നിൽക്കണം. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ട്രാൻസിഷനാണ് നിങ്ങളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയാണ്. ആ ഒരു പരിശ്രമം എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങളെ സക്സസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എനർജീസ് എല്ലാം നമ്മളുടെ സക്സസ് ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് ആണ്. കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദന യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും സാക്ഷി യൂണിവേഴ്സ് ആണ്. പ്രപഞ്ചത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അനന്ത സാധ്യതകൾ തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആ കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ പോരാ. പോസിറ്റീവ് ഓറ നിങ്ങളിലേക്ക് വരണം. എങ്ങനെ പോസിറ്റീവ് ഓറ വരും? മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരും? മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിന്റെ ഗിഫ്റ്റിനെയാണ് 9 ഓഫ് കപ്സ് കാർഡ് കാണിച്ചു തരുന്നത്. എന്താണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയേണ്ടത് ഇത്ര മാത്രമാണ്: എനിക്ക് തന്നിട്ടില്ല എല്ലാ അബണ്ടൻസിനും എൻ്റെ ജീവിത പുരോഗതിയിലേക്ക് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്, താങ്ക് യു പറയുകയാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് യൂണിവേഴ്സിന് ആവശ്യം. നിങ്ങൾ യൂണിവേഴ്സിന് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു അമ്മയോട് നമ്മൾ എങ്ങനെ ചോദിക്കുന്നു അതുപോലെ ചോദിക്കുക. പ്രപഞ്ചമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ ഇവിടെ 9ന്റെ എനർജിയാണ്. നിങ്ങളുടെ 9 ആഗ്രഹങ്ങളെയാണ് ഇവിടെ സാധിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത്. വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു. ഒരു ഗിഫ്റ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഡെവിൾ കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇന്ന് സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഇവിടെ ചങ്ങലകൾ പൊട്ടുന്നു എന്നാണ്. എങ്ങനെയാണ് ചങ്ങലകൾ പൊട്ടുന്നത്?
ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ റിലീസ് ആവുകയാണ്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവരുടെ എനർജി ഫോക്കസ് ചെയ്യുകയാണ്. നിങ്ങൾക്കും അവർക്കും ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവർ തന്നെയാണ് നിങ്ങളെ ഇത്രയും ഡിസ്റ്റൻസിൽ എത്തിച്ചിട്ടുള്ളത്. അവരുടെ വാക്കോ പ്രവൃത്തിയോ ആണ്. ഇവിടെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ എനർജി പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഡിലേ വന്നിട്ടുള്ളത്? നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണം ഏതൊക്കെ വ്യക്തികളുടെ എനർജിയാണ്, ഏതൊക്കെ വ്യക്തികളാണെന്ന് ഇവിടെ ഡെവിൾ കാർഡ് പറയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ചെങ്ങലകൾ പൊട്ടുന്നു. അവരുടെ തീരുമാനം നിങ്ങളിലേക്ക് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിനായിട്ട്, ഒരു അവസരത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളാണ് അവരിലേക്ക് ഇന്ന് ഒരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവരിലേക്ക് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. ഓരോരോ കാർഡ്സിന്റെ മീനിങ്ങിലേക്കായിട്ട് പോവാണ്. ഇവിടെ ക്യുക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളോട് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് പോയിട്ടുള്ളത്. ഇവിടെ ഇന്ന് നിങ്ങളെ സ്പൈ ചെയ്യുന്ന, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ അവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട്. സുഹൃത്തുക്കളിലൂടെ ആകാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആകാം, നിങ്ങളെ അവരറിയുന്നു എന്നാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നാണ്. നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പല പ്രാവശ്യങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തോറ്റുപോവാണ് ചെയ്തിട്ടുള്ളത്. കാരണം ചുറ്റുപാടുമുള്ള എനർജീസ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, നിങ്ങളുടെ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അവർ തന്നെ ആകാം ഇവിടെ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ചില വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നീ വീണ്ടും കാണാനായിട്ട് ട്രൈ ചെയ്യൂ. ഈ ഒരു ബന്ധത്തിന്റെ പൂർണ്ണതയിൽ എത്താനായിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അവർ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ കാണുവാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഇവിടെ നിങ്ങളും അവരും കാണുവാനുള്ള സാധ്യതയാണ് 10 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. പെയിൻഫുൾ എൻഡിങ് എന്നാണ്, ക്രൈസിസ് എൻഡിങ് എന്നാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അവരുടെ തിരിച്ചുവരവായിട്ട് കാണിക്കുന്നു. അവരും പൂർണ്ണമായിട്ടും അവരുടെ വേദനകളെ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്താകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ വേദനകൾ എന്താകുന്നു. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവരും മാനസികമായിട്ട് വേദനിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളും അവരും കാണുവാനും സംസാരിക്കുവാനും ഈ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുവാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ വേദനകൾ എന്താകുന്നു എന്നാണ്. നിങ്ങൾക്കും ഉണ്ടാവാം, ഒന്ന് കണ്ടാൽ മതി ഇന്ന്, അല്ലേ? അപ്പോൾ അവരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഈ ഒരു ബന്ധത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളും അവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ യാത്രയ്ക്കൊരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. എങ്ങനെ ഒരു കിങ്ങിനെ പോലെ നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുക്കുന്നതായിട്ട് ഇവിടെ കാർഡ്സ് പറയാണ്. പെന്റക്കിൾ കാർഡാണല്ലോ, അവരിലേക്ക് വരുന്ന ഒരു പ്രോഗ്രസിനെയും കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽ ആയിട്ട് അവരിലേക്ക് വരുന്ന പുരോഗതിയെ കാണിക്കുന്നു. ഇവിടെ പേഴ്സണൽ ഗ്രോത്തിനെ കൂടി കാണിക്കുന്നുണ്ട്. അവർക്ക് സക്സസ് ആണ്. നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നു. ഒരു സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് പോസിറ്റീവ് എനർജി വരുമ്പോൾ അവരിലേക്ക് നേട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാൻ പോവുകയാണ്. നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങളും അവരും ഒരുമിച്ച് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനം തന്നെയാണ് ഭാവിയെ സുരക്ഷിതമാക്കുന്നത്, ഫ്യൂച്ചർ സുരക്ഷിതമാക്കുന്നതായിട്ട് കാണിക്കുന്നത്. മൂൺ കാർഡാണ്. എന്തുകൊണ്ടാണ് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാതെ വന്നത്? അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ ഒരു ഇല്യൂഷനിൽ പെട്ടിരുന്നു എന്നാണ്. ശരിയായ ദിശ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയിട്ടുള്ളത് എന്ന് പറയുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 വഴികളുണ്ട്. വ്യക്തികളാവാം, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ഇതിലേത് നീ ചൂസ് ചെയ്യുന്നു അതാണ് നിന്റെ ജീവിതം എന്ന്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ അവർ പോയി എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ മൂണിൽ വിശ്വസിക്കുക എന്നുള്ളൊരു എനർജിയുമുണ്ട്, അഫർമേഷൻ ചെയ്യുക എന്നുള്ളൊരു എനർജിയുമുണ്ട്.
ഇന്ന് അവർ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുപോകേണ്ട വ്യക്തിയല്ല എന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അനലറ്റിക് തിങ്കിങ് നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ അവരെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആദ്യമൊക്കെ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഫംഗ്ഷന് ഗെറ്റ് ടുഗദറിനെയാണ് കാണിക്കുന്നത്. അവരും അവരുടെ സിബ്ലിങ്സും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗെറ്റ് ടുഗദർ അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നു. ഇവിടെ 2 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികളാൽ കണ്ണ് ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഡിഫിക്കൽട്ട് ചോയ്സിനെയാണ്. എന്നിരുന്നാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറ്റുള്ള വ്യക്തികളാൽ അവരുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് നിങ്ങളെ കാണുവാൻ സാധിക്കുന്നില്ല. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പൊ തിരിച്ചറിവുണ്ടെങ്കിൽ കൂടിയും തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടായില്ല എന്ന് തന്നെയാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്കിലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സൺ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.